ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്കിന്ന് വൈകുണ്ഠ ഏകാദശി അല്ലെ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ച് സംസാരിക്കാം. ധനു മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി കടന്നു വരുന്നത്. ഇത് 2025 ജനുവരി 10 വെള്ളിയാഴ്ചയാണ്. ഈ ഏകാദശിക്ക് പല സംശയങ്ങളും 10-നാണോ 9-നാണോ 11-നാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ 10 തന്നെയാണ്. 10 രാവിലെ 10:23 വരെയും ഏകാദശി തിഥിയുണ്ട്. അത് 9 അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:23 ഏകാദശി തിഥി ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:23 വരെയാണ് ഏകാദശി തിഥിയുള്ളത്. അതിനുശേഷം ദ്വാദശിയാണ്. പാരണ വീണേണ്ടത് ശനിയാഴ്ചയാണ്. 8:23 ശേഷമാണ് പാരണ വരുന്നത്. 8:23 വരെയും ദ്വാദശിയാണ് ശനിയാഴ്ച. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ വിഷ്ണു സ്ഥാനങ്ങളിൽ അല്ലെ കൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പ്രധാന വാതിലിലൂടെ കടന്ന് പൂജയും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ സമർപ്പിച്ചതിന് ശേഷം മറ്റൊരു വാതിലിലൂടെ നമ്മൾ തിരികെ വരണം. സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് ആ അനുഭവം സ്വീകരിച്ച് നമ്മൾ തിരികെ വരിക എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അതൊക്കെ നമ്മൾ അന്ന് ആ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെല്ലേണ്ടത് 10:23 മുൻപ് വേണം. ആ 23 വരെയാണ്, രാവിലെ 10:23 വരെയാണ് ഏകാദശി തിഥിയുള്ളത്. അപ്പോൾ വളരെ പ്രഭാതത്തിൽ തന്നെ അന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഉത്തമമാണ്. ഈ ഏകാദശിക്ക് വളരെ കൂടുതൽ പ്രത്യേകതയുണ്ട്. ഭീഷ്മക ഏകാദശി അല്ലെ ഭീഷ്മ ഏകാദശി എന്നൊക്കെ ഇതിനെ വിളിക്കുന്നു. കാരണം ശരശയ്യയിൽ ആയിരുന്ന ഭീഷ്മർ, അർജുനന്റെ അമ്പേറ്റ് ശരശയ്യയിലായ ഭീഷ്മരെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന് മരണം സംഭവിച്ചതും ഈ ദിവസമായിരുന്നു. അതുപോലെ തന്നെ പാലാഴി മഥനത്തിൽ അമൃത് പൊന്തി വന്ന ആ ദിവസവും ഈ ശ്രേഷ്ഠമായ ദിനം തന്നെയായിരുന്നു. അതുപോലെ കുചേലന്റെ ദാരിദ്ര്യമെല്ലാം മാറി ഭഗവാൻ കുചേലനെ കുബേരനാക്കിയ ദിനവും ഈ വൈകുണ്ഠ ഏകാദശി ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ദിവസമാണ് വൈകുണ്ഠ ഏകാദശി. ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതും വൈകുണ്ഠ ഏകാദശി ദിവസമാണെന്നാണ് കരുതുന്നത്. ഈ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർഗ കവാടം കഴിഞ്ഞ ഏകാദശിക്ക് ശേഷം 18 ദിവസത്തോളം സ്വർഗ കവാടം ഇങ്ങനെ തുറന്ന് സഫല ഏകാദശി തുടങ്ങി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വൈകുണ്ഠം തുറന്ന് ഭഗവാൻ ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഭക്തരെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഈ കാലയളവിൽ ആര് മരണപ്പെട്ടാലും സ്വർഗത്തിൽ പ്രവേശിക്കും, സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്നാണ് ഹൈന്ദവ ധർമ്മമനുസരിച്ച് നമ്മളുടെ സങ്കല്പം. അപ്പോൾ ആ സ്വർഗപ്രവേശനം മാത്രമല്ല ഈ വൈകുണ്ഠ ഏകാദശി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായിരുന്നോ നമ്മളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും, ഐശ്വര്യം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട, ആഗ്രഹങ്ങൾക്കൊക്കെ പൂർത്തീകരണമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തെല്ലാം ഇതുവരെയും ഏതവസ്ഥയിലായിരുന്നോ കടന്നുപോയത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമാധാനവും ആ തൽസ്ഥാനങ്ങളും നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും അല്ലെ കിട്ടാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സത്കർമ്മങ്ങളുടെ ഫലങ്ങൾ എന്തായിരുന്നോ ഇനി കിട്ടാനുണ്ടായിരുന്നത്, അങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടിയാണ് നമുക്ക് ഭൂമിയിലെ ജീവിതത്തിൽ ഭഗവാൻ കരുതി വച്ചിരിക്കുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക്. കാരണം ഭഗവാന് മുരാരി എന്ന പേര് വന്നത് തന്നെ മുരാസുരനെ വധിച്ചതുകൊണ്ടാണ്. അത് ഭഗവാനല്ല വധിച്ചത്, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച യോഗമായ ദേവിയെ കൊണ്ടാണ് ഭഗവാൻ ആ കർമ്മം ചെയ്യിക്കുന്നത്. ദേവലോകം മുഴുവൻ നശിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ദേവന്മാരുടെ സ്ഥാനം പിടിച്ചെടുത്ത് സ്വർഗവും പാതാളവും എല്ലാം സ്വന്തമാക്കി ജീവിച്ചിരുന്ന വളരെ അപകടകാരിയായ ഒരു അസുരനായിരുന്നു മുരൻ.
ആ അസുരൻ ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ മുഴുവൻ ഉപദ്രവിച്ച് അവരെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കി, ദേവേന്ദ്രൻ്റെ പദവി സ്വന്തമാക്കി. അങ്ങനെ ദേവന്മാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വിഷമിച്ച് അവരുടെ ഏത് സ്ഥാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെടുത്തി അവരെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഈ മുരാസുരനെ വധിക്കുവാൻ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ആകുള്ളൂ എന്ന് കരുതി പരമേശ്വരനെ അഭയം പ്രാപിച്ചു ദേവകൾ. എന്നാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അവരോട് അരുളി ചെയ്തു, ഈ അസുരനെ നിഗ്രഹിക്കുവാൻ വൈകുണ്ഠനാഥനായ ശ്രീ നാരായണമൂർത്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോകുക തന്നെ വേണം എന്ന് ഭഗവാൻ ദേവഗണങ്ങളോട് അരുളി ചെയ്തു. അതും പ്രകാരം വൈകുണ്ഠനാഥനായ ഭഗവാന്റെ സന്നിധിയിലെത്തി ദേവഗണങ്ങൾ തങ്ങളുടെ നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങളെയും പ്രതാപത്തെയും തങ്ങൾക്ക് നേരിട്ട അപമാനങ്ങളെയും ദ്രോഹങ്ങളെയും വിഷമങ്ങളെയും എല്ലാം ഭഗവാന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചു. അപ്പോൾ ഭഗവാൻ മുരാസുരനെ നിഗ്രഹിക്കുവാനായി ഇറങ്ങിത്തിരിക്കുകയാണ്. 1000 സംവത്സരക്കാലം ഭഗവാൻ മുരാസുരനുമായി ഘോര യുദ്ധം നടത്തിയെങ്കിലും ഭഗവാനും മുരാസുരനും ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല. സമാസമം യുദ്ധം ചെയ്തു. ഇത്രയും യുദ്ധം ചെയ്ത് അതിൻ്റെ ഒടുവിൽ ഭഗവാന് ശരീര തളർച്ചയുണ്ടെന്നുള്ള ഭാവത്തിൽ ഭഗവാൻ മുരാസുരനിൽ നിന്ന് രക്ഷപ്പെടുന്ന മാതിരി പോയി ഭഗവാൻ ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ കിടക്കുന്ന രൂപത്തിൽ, നിദ്രയെ പ്രാപിക്കുന്ന രൂപത്തിൽ ഭഗവാൻ അങ്ങനെ കഴിയുമ്പോൾ ആ സിംഹാവതി എന്ന ഗുഹയിലാണ് ഭഗവാൻ ചെന്ന് പ്രവേശിക്കുകയും അവിടെ യോഗനിദ്രയിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് യോഗമായ ദേവിയായ സാക്ഷാൽ പരമേശ്വരി, സർവാഭരണ വിഭൂഷിതയായ സുന്ദരിയായ യുവതിയായ ആരെയും മനം മയക്കുന്ന ആ മോഹനമായ ഐശ്വര്യവതിയായ ആ ദേവി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും മുരാസുരനെ ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി വധിക്കുകയുമാണ് ചെയ്യുന്നത്. അവൻ്റെ ശിരസ് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നീ ആരാണെന്നും നീ എന്താണ് ഇവിടെ നടന്നതെന്നും ഒക്കെ. ഭഗവാൻ എല്ലാം അറിയാവുന്ന ഭഗവാൻ ദേവിയോട് അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവി പറയുന്നു, ഞാൻ അങ്ങയിൽ നിന്നും ഉണ്ടായ യോഗമായ ദേവിയാണെന്നും മുരാസുരന്റെ നിഗ്രഹത്തിന് വേണ്ടി പിറന്നതാണെന്നും. ഓരോ സന്ദർഭങ്ങളിലും ഭൂമിയിൽ, സ്വർഗത്തിൽ അല്ലെങ്കിൽ ത്രിലോകങ്ങളിൽ ഒക്കെയും അധർമ്മങ്ങൾ പെരുകുമ്പോൾ അതിനെ നിഗ്രഹിക്കുവാനായി ദേവി പല രൂപത്തിൽ ഭഗവാനിൽ നിന്നും ഉത്ഭവിക്കും. നമുക്ക് അറിയാം, ദേവി മഹാത്മ്യവും ദേവി ഭാഗവതവും ഒക്കെ വായിക്കുന്ന നമുക്കറിയാം. ഓരോ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ദേവി ഓരോ രൂപങ്ങൾ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ അനേകം രൂപങ്ങളിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഒരു ഏകാദശി ദിവസമായിരുന്നു ദേവി ഇങ്ങനെ മുരാസുരനെ വധിക്കുകയും ഭഗവാനെ രക്ഷിക്കുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് ദേവി വന്നതും മുരാസുരനെ ഇല്ലാതാക്കി ദേവന്മാർക്ക് സമാധാനവും സന്തോഷവും അവർക്ക് നഷ്ടപ്പെട്ട പ്രതാപങ്ങളും വീണ്ടെടുത്തു കൊടുത്തത്. അപ്പോൾ ആ ഏകാദശി എന്ന പേരിൽ തന്നെ ഭഗവാൻ ദേവിയെ വിളിക്കുകയും ആ നാമകരണം ചെയ്യുകയും ഏകാദശി തിഥിയുടെ അന്നായിരുന്നു ആ സംഭവം നടന്നത്. അപ്പോൾ ദേവിയോട് പറയുന്നു, ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്ന ഏതോ ഒരു ഭക്തന്റെയും സങ്കടങ്ങൾക്കെല്ലാം ഒരു അറുതി, സങ്കടമോചനമുണ്ടാവുകയും സകല ഐശ്വര്യ ലബ്ധി ഉണ്ടാവുകയും ദൈവാധീനം അതുപോലെ എല്ലാം ലഭിക്കുകയും അവൻ്റെ ആഗ്രഹ പൂർത്തീകരണം സാധിക്കുകയും ചെയ്യും. ഈ ദിവസം ദേവിയെ ആരാധിക്കുകയും ഈ ദിവസം ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വഴി അങ്ങനെയാണ് ആദ്യമായി ഒരു ഏകാദശി ഉണ്ടായി എന്ന ആ സങ്കല്പം തന്നെയുള്ളത്. അതിനുശേഷം ഓരോ ഏകാദശി തിഥി വരുമ്പോഴും ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ആ നന്മയും ആ ഈശ്വരാനുഗ്രഹവും അവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങളും ഒക്കെയാണ് പിന്നീട് യുധിഷ്ഠിരനോട് ശ്രീ ഭഗവാൻ ഏകാദശി വ്രത മാഹാത്മ്യ കഥയായി അരുളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ വീണ്ടെടുക്കുകയും എന്ത് ദുരിതത്തിലായിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നത് അതേ
ആ അവസ്ഥയിൽ നിന്ന് മാറി അതിനേക്കാൾ മെച്ചമായ അവസ്ഥയിലേക്ക് വരികയും നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും വീണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ്. ഏകാദശികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഈ വൈകുണ്ഠ ഏകാദശി. അതിനുപരി ഭൂമിയിൽ നമുക്ക് എന്താണോ ആഗ്രഹിച്ചിരുന്നത്, എന്താണോ നഷ്ടപ്പെട്ടു പോയത്, ഏതൊക്കെയാണോ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവുകയും മാത്രമല്ല, നമ്മൾ മരണശേഷം, അതായത് ജനിച്ച ജീവികളെല്ലാവരും ഒരു ദിവസം ശരീരം ഉപേക്ഷിക്കും. കാരണം ശരീരം ഇങ്ങനെ ആ ശരീരത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് അപൂർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ശരീരം. ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം, അത് കുഞ്ഞായിരിക്കുന്നു, അത് പതുക്കെ പതുക്കെ വളർന്ന് അത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. അതിനുശേഷം അത് കുറേശ്ശെയായി ശരീരം ക്ഷയിക്കുന്നു. ഓരോ വ്യക്തിയും അങ്ങനെ തന്നെയല്ലേ. കുഞ്ഞു കുട്ടിയായിട്ട് ജനിച്ചിട്ട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളെ വാർദ്ധക്യത്തിലേക്കും രോഗത്തിലേക്കും അവസാനം മരണത്തിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായ സാധനമാണ് ശരീരം. ഉണ്ടായതെല്ലാം നശിച്ചു പോവുക തന്നെ ചെയ്യും. അങ്ങനെ ശരീരം നഷ്ടപ്പെട്ട് ശരീരത്തിനുള്ളിലിരിക്കുന്ന ആ ബോധം, ആത്മചൈതന്യം പരമാത്മാവിൽ ലയിക്കുവാനുള്ള ഒരു ദിവസം കൂടിയാണ് വൈകുണ്ഠ ഏകാദശി. ആ ദിവസം വ്രതം ആചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അതും നിഷ്ഠയോടുകൂടി ചിട്ടയോടുകൂടി വ്രതം ആചരിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ശരീരം ഉപേക്ഷിച്ച് തിരികെ വൈകുണ്ഠ പ്രാപ്തിയിലേക്കാണ് എത്തുന്നത് എന്നാണ് ശ്രീ ഭഗവാൻ ദേവിക്ക് കൊടുക്കുന്ന അനുഗ്രഹം. അപ്പോൾ ആ മുരാസുരനെ വധിക്കുന്ന ദേവിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും, ആ ഏകാദശി എന്ന പേരിൽ ദേവിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും സർവ്വ ഐശ്വര്യങ്ങൾക്കും മരണാനന്തരം സ്വർഗപ്രവേശത്തിനും പാത്രമാകും. അവരതിന് വേണ്ടിയിട്ട് സജ്ജരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് ഏകാദശി ദിവസങ്ങൾക്കെല്ലാം പ്രാധാന്യം വന്നത്. അത് ദേവിയുടെ പ്രാധാന്യമാണ് ഏകാദശി എന്ന് വെച്ചാൽ നമ്മെ ഈ പ്രപഞ്ചത്തിലേക്ക് ഭാഗമായി ശരീരം തന്നു വിടുന്ന ആ ദേവി. അത് നമ്മൾ ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ശരീരത്തിന്റെ ഘടകങ്ങളും ശരീരം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്നും അതിലേക്ക് ഈ ജീവൻ വന്ന് പ്രവേശിക്കുന്ന കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ കപിലോപദേശത്തിലൂടെ വിശദീകരിക്കുന്നത്. അങ്ങനെ ആ ശരീരത്തിലേക്ക് ആത്മചൈതന്യമാകുന്ന ആ പരമാത്മ ചൈതന്യം നമ്മളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ ശരീരത്തെ ആത്മാവുമായി ബന്ധിച്ച് ഇവിടെ പ്രകൃതിയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കുന്ന ദേവി തന്നെയാണ് ഈ മായാസ്വരൂപിണിയായ ഏകാദശി എന്നറിയപ്പെടുന്ന ആ ദേവി തന്നെ. ആ ദേവിയാണ് ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന യോഗമായ ദേവിയാണ്. ഇവിടെ സൃഷ്ടി നടത്തുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ ഇച്ഛയ്ക്ക് ദേവിയെ സൃഷ്ടിക്കുകയും ദേവിയെ കൊണ്ട് ഈ പ്രപഞ്ച ഘടകങ്ങളെ സൃഷ്ടിക്കുകയും ഇവിടെ ഓരോ ജീവരാശികളെ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദേവിയാണ് നമ്മൾ ആരാധിക്കുന്ന ഏകാദശി ദേവി. അപ്പോൾ ഏകാദശി ദിവസങ്ങളെല്ലാം ആരാധിക്കുമ്പോൾ ദേവിയെ പ്രസാദിപ്പിക്കുകയും അതിലൂടെ ഭൗതിക ജീവിതത്തിൽ നാം ചെയ്ത പാപകർമ്മങ്ങൾ ഇല്ലാതാവുകയും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മറ്റെല്ലാ വ്രതങ്ങളെക്കാളും ശ്രേഷ്ഠം ഏകാദശി വ്രതം തന്നെയാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനും പിതൃക്കളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള ദോഷങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യുവാനും എല്ലാം ഈ വൈകുണ്ഠ ഏകാദശി വളരെ ഉത്തമമാണ്, ശ്രേഷ്ഠമാണ്. ശത്രുക്കളുടെ ദുരിതങ്ങളാൽ വിഷമിക്കുന്നവർക്ക് ശത്രുനാശം സംഭവിക്കുവാനും ദൈവാധീനം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ദൈവാധീനം ഉണ്ടാകുവാനും എല്ലാം ഏറ്റവും നല്ല ഒരു ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. ദൈവാധീനം ഒരാളിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഒരാൾക്കുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് ആ വ്യക്തിയുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, അവർ ഇറങ്ങിത്തിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അനുഗ്രഹമുള്ളതായി സഫലമായി തീരുമ്പോഴാണ് ആ വ്യക്തിക്ക് ദൈവാധീനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ കർമ്മങ്ങളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് പരാജയപ്പെടുകയും ധനനഷ്ടവും അല്ലെങ്കിൽ മനസ്സിന് വിഷമങ്ങളും
പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ദൈവാധീനം നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ ഒന്നുമില്ലാത്തൊരു വ്യക്തി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവർ ജീവിതത്തിൽ വളരെ വളരെ സമാധാനവും ഐശ്വര്യവും ഒക്കെ ആയിട്ട് അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകുന്ന ഒരു ജീവിതം കാണുമ്പോൾ അവരെ സഹായിക്കുവാൻ ധാരാളം പേർ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഉണ്ടാകും. എവിടെ ചെന്നാലും ഒരു സഹായം അവർക്ക് ലഭിക്കും. അതൊക്കെ ഈശ്വരാധീനം കൊണ്ടാണ്, ദൈവാധീനം കൊണ്ടാണ്. നമ്മൾ കരുതുന്ന നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഐശ്വര്യമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവാധീനമുള്ളവരായി നമ്മൾ മാറി എന്ന് തോന്നും. പക്ഷേ ആ സമ്പത്ത് കൊടുത്തതാരാണ്? അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് തരുന്നതാരാണ്? ഈശ്വരനാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സമ്പത്തോ ഐശ്വര്യങ്ങളോ ഒക്കെ ഉള്ളത്. സമ്പത്തുള്ളതല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ഏത് അവസ്ഥയിലും ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അവിടം കൊണ്ട് തൃപ്തിയാകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത്. ഏത് അവസ്ഥയിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ആ അവസ്ഥയിൽ ചെറിയ ജീവിതമാണേലും വലിയ ജീവിതമാണേലും അതുകൊണ്ട് നിറവോടെ സംതൃപ്തിയോടെ ജീവിക്കുമ്പോഴാണ് അവിടെ ഐശ്വര്യം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിത്യേന ചിന്തിച്ച് സമ്പന്നർക്കാണ് കൂടുതൽ സമ്പത്ത് ആർജിക്കുവാനുള്ള ത്വര, നിർധനർക്കാണെങ്കിൽ ധനം സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, ഇതൊന്നുമില്ലാതെ കിട്ടിയത് എന്താണോ എൻ്റെ ജീവിതം അതുകൊണ്ട് മെച്ചപ്പെട്ട സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സന്തോഷപ്രിയരും സംതൃപ്തിയുള്ള ജീവിതം നയിക്കുന്നവരുമാകുന്നത്. അതിന് നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരണമെങ്കിൽ നമ്മൾ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഭഗവത് സേവനത്തിൽ അല്ലെങ്കിൽ ഭക്തിയുത ജോലിയിൽ അങ്ങനെയുള്ള ഭക്തി സേവനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെട്ട് ഭഗവത് ചിന്തകളിൽ ജീവിക്കുന്നവർക്കേ തൃപ്തി ഉണ്ടാവുകയുള്ളൂ, നിറവുണ്ടാവുകയുള്ളൂ. അല്ലാതെയുള്ളവർ കൂടുതൽ കൂടുതൽ ആവേശത്തോടുകൂടി ജീവിതത്തിൽ ഓടിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജീവിതത്തെ ശാന്തമായി സ്വസ്ഥമായി സമാധാനമായി കൊണ്ടുപോകാൻ ഏതൊരു വ്യക്തിക്ക് കഴിയുന്നോ അവർക്കാണ് ഈശ്വരാനുഗ്രഹമുള്ളത്. അല്ലാതെ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും മറ്റു മേഖലകളെ അല്ലെങ്കിൽ പദവികളുടെയൊക്കെ മേഖലകളെ വെച്ചല്ല ഈശ്വരാധീനം കണക്കാക്കുന്നത്. അത് ഓരോരുത്തരും അവനവൻ്റെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാകാം ഈ ജന്മം പല വിധത്തിലും സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ ഐശ്വര്യമൊക്കെ അനുഭവിക്കുന്നത്. അവനവൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ്, ദുഷ്കൃതികൾ കൊണ്ടാണ് സുകൃതികൾക്ക് ലഭിക്കുന്ന ഐശ്വര്യം നമുക്ക് ലഭിക്കാതെ പോകുന്നതും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സമാധാനവും സന്തോഷവും ഉള്ളത് കൊണ്ട് തൃപ്തിയായി ജീവിക്കുകയും ഇതേപോലെ തന്നെ ജീവിച്ചാൽ മതി ഭഗവാനെ, കൂടുതൽ ക്ലേശങ്ങളിൽ പെടുത്തല്ലേ, അല്ലെ കൂടുതൽ ബുദ്ധിമുട്ടുകളിൽ എന്നെ ഏർപ്പെടുത്തല്ലേ. കുന്തിദേവി പറഞ്ഞത് നമുക്ക് വീണ്ടും ചിന്തിക്കാം. എന്താണ് ഭഗവാനോട് ആവശ്യപ്പെട്ടത്? ഭഗവാൻ അനേകകാലം യുദ്ധത്തിന് ശേഷം രാജ്യഭാര്യങ്ങളൊക്കെ യുധിഷ്ഠിരനെ ഏൽപ്പിച്ച് അവിടെ ഒരു രാജസൂയ യാഗമൊക്കെ നടത്താൻ അവരെ സഹായിച്ച് കുറേ കാലം അവരോടൊപ്പം ജീവിച്ചതിന് ശേഷം തിരികെ പോകുവാൻ വേണ്ടി ദ്വാരകയിലേക്ക് പോകാൻ ആരംഭിക്കുമ്പോൾ ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുക്കുകയാണ്, ദ്രൗപദിക്കും പാണ്ഡവർക്കും കുന്തിദേവിക്കും ഒക്കെ. അപ്പോൾ ദേവി പറയുകയാണ്, എന്താണ് അമ്മ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, എന്നും എനിക്ക് ദുഃഖം മാത്രം തരണേ മാധവ എന്നാണ് ഭഗവാനോട് പറയുന്നത്. കാരണം ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സ് എല്ലായ്പ്പോഴും ഭഗവാനിലേക്ക് ശരണാഗതി അടയും. ആ ദുഃഖങ്ങൾ തരുമ്പോൾ എന്നും കരഞ്ഞും നിലവിളിച്ചും ജീവിക്കാമെന്നല്ല, ആ ദുഃഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ എന്തെങ്കിലുമൊക്കെ നിറവില്ലായ്മ വരുമ്പോഴാണ് നമ്മൾ നിറവാർന്ന ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർക്കുന്നത്. എല്ലാ നിറവിൻ്റെ ഉടമയല്ലേ ഭഗവാൻ. എല്ലാറ്റിൻ്റെയും കാതലായ ഭഗവാൻ നമ്മളോടൊപ്പം ഇരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ഭഗവാനെ സ്മരിക്കണം. നിരന്തരം ഭഗവാനെ സ്മരിക്കണമെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരണം. എല്ലാ നിറവോടും കൂടി നാം ജീവിക്കുന്ന പലരും ഭഗവാനും മറന്നു പോകുന്നു. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇതെല്ലാം ലഭിക്കുന്നത് എന്ന് അവർ കരുതി ശരീരത്തിൽ അഭിമാനിക്കും.
നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത്. പക്ഷേ ആ ഇച്ഛാശക്തി തരുവാൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി ഏതാ എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഭഗവാൻ തന്നെ ആയിരുന്നു എന്ന്. അതുകൊണ്ടാണ് എല്ലാം കൃഷ്ണാർപ്പണമായി ചെയ്യണം എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഹൃദയ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ആത്മസ്വരൂപേണ നമ്മുടെ ക്ഷേത്രജ്ഞനായി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ എല്ലാം നമുക്ക് അനുഗ്രഹമായി മാറുന്നതും നമ്മൾ ഇച്ഛിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും. അതുകൊണ്ട് ഭഗവാനാണ് എല്ലാറ്റിനും പ്രധാനപ്പെട്ട ഘടകം എന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി ആരൊരാൾ ഈശ്വരാർപ്പണമായി എന്ത് ചെയ്യുന്നു അതിനെ എല്ലാം വിജയകരമായി മാറ്റുവാൻ ഭഗവാൻ തന്നെ മുൻകൈയെടുക്കും. കാരണം ഓരോ കർമ്മവും ഭഗവാൻ ചെയ്യുന്നു എന്ന് ഭഗവാനെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊന്നും ഒരു ക്ഷയവും സംഭവിക്കുകയില്ല, ഒരു പരാജയവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യം അനവധിയാണ്, നിരവധിയാണ്. അപ്പോൾ ഈ മഹത്തായ യജ്ഞം, ആ തപസ് അനുഷ്ഠിക്കുവാൻ എല്ലാവരെയും ഭഗവാൻ പ്രാപ്തരാക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാൻ പ്രാപ്തനാക്കിയാലും ദേവി ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ദേവി ചൈതന്യം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാൽ മുതൽ മുടിയിഴ വരെയും ഈ ഓരോ ദേവന്മാരുടെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ സംശയം ചോദിക്കും, നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നാമം ജപിക്കാമോ, അവിടെ അങ്ങനെ ആ കർമ്മം ചെയ്യുമ്പോൾ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. എല്ലായ്പ്പോഴും നാമം ജപിക്കൂ, എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു മന്ത്രം ഉച്ചരിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുമ്പോൾ ചോദിക്കും. പക്ഷേ നമ്മുടെ ഗുദദ്വാരത്തിനും നമ്മുടെ ഓരോ അവിടം മുതൽ മേലോട്ടുള്ള ഓരോ അവയവത്തിലും ഓരോ ദേവന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇങ്ങനെ പല 10 പ്രാണനാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത്. ഓരോ പ്രാണനും ഭഗവാൻ ഓരോ ദേവന്മാരെ ആ വകുപ്പ് ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഭാഗവതത്തിൽ അത് പഠിച്ചു. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ആ ഓരോ ദേവന്റെയും അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ ഓരോ കർമ്മങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്കാണ് തോന്നുന്നത് ആ കർമ്മം മോശമാണ്, ഈ കർമ്മമാണ് നല്ലത്, എപ്പോഴും നാമം ജപിക്കുന്ന കർമ്മമാണ് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠമെന്ന്. പക്ഷേ ഈ നാമം ജപിക്കുന്ന നാവിലിരിക്കുന്ന ഭഗവാനെ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലിരിക്കുന്ന ഭഗവാൻ, ഇതെല്ലാം ഓരോ ദേവന്മാരുടെ അധിഷ്ഠാനമായിട്ടുള്ള ഇരിപ്പിടമാണ്. അതാത് ശരീരഭാഗങ്ങളിൽ അതാത് ദേവന്മാർ പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു ശാരീരിക കർമ്മം മോശമുണ്ടോ? ഇല്ല. എല്ലാ കർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള ആ ഇച്ഛാശക്തി തരുവാൻ ഒരു ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കർമ്മവും ശ്രേഷ്ഠമാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനാമം മനസ്സിൽ നിരന്തരം മുഴങ്ങട്ടെ. അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.